ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും, ഇപ്പോൾ ഞാനായാലും എനിക്കും വൈഫിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കൾക്കും കുറച്ച് വസ്തു കാണും. അത് നമ്മളെ മക്കൾക്ക് നമ്മൾ എഴുതി കൊടുക്കുകയും ചെയ്യും. അത് വലുതാകുമ്പം അവർക്ക് എന്തെങ്കിലും വീട് വയ്ക്കാനോ അങ്ങനെയൊക്കെ. അപ്പോൾ ചില മാതാപിതാക്കൾ എന്ത് കഴിഞ്ഞാൽ മക്കൾ മോൻ്റെ അടുത്തല്ലെങ്കിൽ മോളുടെ അടുത്തൊക്കെ ഒത്തിരി സ്നേഹം കാണും. ഇപ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ഫുള്ള്, ഇപ്പം ചിലവർക്ക് കുറവായിരിക്കും, 3 സെൻറ്റ് 5 സെൻറ്റൊക്കെ കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ള സ്വത്തെല്ലാം അവരുടെ പേരിൽ അങ്ങ് എഴുതി വയ്ക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും അവർ നോക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയാണല്ലേ, എല്ലാം പ്രതീക്ഷയാണല്ലോ ജീവിതം. ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് അവർ നോക്കുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്, പലയിടത്തും കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും എഴുതി കൊടുക്കാതെ ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 2 സെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിയിടും. അത് ആരെയും നമ്മളൊന്നും പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യരുത്. ഒരിക്കലും അവൾക്ക് മൊത്തത്തിലുള്ള വസ്തു ആർക്കും എഴുതി വയ്ക്കരുത്. നിങ്ങളെ കാലശേഷം എഴുതുക, അല്ലെങ്കിൽ കുറച്ച് വസ്തുവെങ്കിലും കാലശേഷം എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ തന്നെ ഇരിക്കട്ടെ. എന്തായാലും അത് കഴിയുമ്പോൾ അവർക്ക് തന്നെയല്ലോ, മക്കൾക്ക് തന്നെയല്ലോ വസ്തു വരുന്നത് അല്ലേ. അങ്ങനെ ചെയ്യും. നമ്മൾ ആരെയും പ്രതീക്ഷിച്ച് ഇപ്പം കുറേ ഒരു ഏക്കർ കണക്കിനുണ്ടെങ്കിൽ ഒരു 50 സെൻറ്റെങ്കിലും ഇട്ടേക്കും നിങ്ങൾക്ക്. അഥവാ വയ്യായിക വരുമ്പോൾ അതിലൊരു 20 സെൻറ്റ് എടുത്ത് വിറ്റിട്ടായാലും നിങ്ങൾക്ക് FD പോലെ ഇട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ചിലവ് നടക്കും. അങ്ങനെ ചെയ്യും. ഒന്നിച്ച് ആർക്കും എഴുതി കൊടുക്കരുത്. പല വാഗ്ദാനങ്ങളും തരും, പലതും കടം കയറി എഴുതിത്തരാനൊക്കെ പറയും. ഒരിക്കലും കൊടുക്കരുത്. ലാസ്റ്റ് കൊണ്ട് നിങ്ങളെ തന്നെ അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കും. ഇപ്പോഴെല്ലാം നടക്കുന്നത് അതാണ്. ആരെയും നമ്മൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. പല സ്ഥലങ്ങളും നിങ്ങളും കണ്ടിട്ടുണ്ടാവുന്നതല്ലേ. അപ്പം ഇനിയെങ്കിലും ഓർക്കുക, കുറച്ച് വസ്തുവെങ്കിലും നിങ്ങളെ പേരിൽ വയ്ക്കുക, ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജോലി ഉള്ളപ്പോഴേ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ മാറ്റിയിടുക, അവരറിയാതെ, നമുക്ക് ചിലവിന് വേണ്ടി. അതായത് പെൻഷൻ കിട്ടുമ്പോൾ പോലും ഫുള്ളെടുത്ത് ആർക്കും കൊടുക്കാതെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കും, നിങ്ങൾക്ക് മരുന്ന് വാങ്ങാനോ